നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 19,420. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. നമുക്ക് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മാത്രമല്ല, നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 19,380, എക്സാക്റ്റ് ആയിട്ട് 19,380 ബൗൺസ് ചെയ്തിരുന്നു. അതിനുശേഷം ബൈ അല്ല, നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. സപ്പോർട്ട് എന്നാലും ബൗൺസ് ചെയ്യുമ്പോൾ ബൈക്കല്ല ഇവിടെ സാധ്യത വരുന്നത്. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, മുൻ വീഡിയോസിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമായാലും അടുത്തൊരു സപ്പോർട്ട് വന്നിരുന്നത് 19,360. അപ്പോൾ ഈ ഒരു രണ്ട് സപ്പോർട്ടിൽ നിന്നും ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്യാൻ നോക്കിയെങ്കിലും ബയേഴ്സിന് അത്ര വലിയൊരു സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടിയിരുന്നില്ല. അതിനുശേഷമായാലും നിഫ്റ്റി വീക്ക്നെസ് തന്നെയായിരുന്നു. അവസാനത്തെ ഒരു സെക്ഷനിൽ വരെ വീക്ക്നെസ് ട്രെൻഡായിരുന്നു, വോളറ്റൈലായിരുന്നു അവസാനത്തെ ഒരു സെക്ഷനിൽ. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഇന്നത്തെയും മാർക്കറ്റ് കൃത്യമായിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം ഇതൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ അടുത്തൊരു സപ്പോർട്ട് ലെവലിൽ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ്. വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും വേണമെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അടുത്തൊരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഇന്നത്തെ ഒരു ട്രെൻഡ് സെൽ ട്രെൻഡ് തന്നെയായിരുന്നു മാർക്കറ്റ് നിലനിർത്തിയിരുന്നത്. ബൈ ട്രെൻഡിലേക്ക് നിലനിർത്തിയിരുന്നില്ല. എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രേഡിംഗ് രീതി തന്നെയായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പോൾ ലോവർ ലെവൽ നിഫ്റ്റിയുടെ സപ്പോർട്ടുകളെ കുറിച്ച് തന്നെ സൂചിപ്പിച്ചിരുന്നു. 19,300, 200 ആ റേഞ്ചിൻ്റെ ഇടയിൽ ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനാണ് സൂചിപ്പിച്ചത്. നമ്മൾ പറഞ്ഞതിന് ശേഷം തന്നെ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് ലെവലിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ബൗൺസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇവിടെ നിന്നൊരു ബൗൺസ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നത്. 200-300 റേഞ്ചിൻ്റെ ഇടയിൽ നിന്ന് ബൗൺസ് ചെയ്യുമെന്ന്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്നായാലും സപ്പോർട്ട് ലെവലിൽ നിന്നായാലും ഒരു ബൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിലായാലും കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 19,300, 330 സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഈ ഒരു ലെവലിൽ. അപ്പോൾ ഇൻ കേസ് 330 ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോവർ ലെവലായാലും ഇനി അടുത്തൊരു സപ്പോർട്ട് 19,245 സപ്പോർട്ടാണ്. ഇൻ കേസ് അതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തിരിച്ച് കയറുമ്പോൾ ബൈസിൻ്റെ ലെവലിലേക്ക് നിലനിൽക്കണം. ഈ ഒരു ഏരിയ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതായത് ഇൻ കേസ് 300-ന്റെ താഴത്തേക്ക് വന്നാലും 330-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ നിഫ്റ്റി ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ 15 മിനിറ്റിന് ശേഷം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ ഈ ഒരു സപ്പോർട്ടും 19,300 കൂടി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. കാരണം ഈ ഒരു ലെവലിൽ നമുക്ക് മാർക്കറ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 19,380 അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് 19,380 380 ഒരു മുകളിലാണ്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. കുറച്ചും കൂടി സ്ട്രെങ്ത് 19,400-ന്റെ മുകളിലേക്ക്. ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ടെങ്കിലും ഇത് മാനേജ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാം. റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം. അതായത് 350 ഹോൾഡ് ചെയ്തുകൊണ്ട് 400-ന്റെ മുകളിലേക്ക് 420-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്.
അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് 19,460 അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 19,520 റെസിസ്റ്റൻസിൽ വരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ അതിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ വരും ദിവസത്തെ മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് 43,800 സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ 43,800 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഓപ്പണിങ്ങിൽ ഒരു മൊമെന്റം തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് സിഗ്നലിലാണ് 44,030 ആ സപ്പോർട്ട് ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ഷോർട്ട് സെല്ല് ഇവിടുന്ന് കൃത്യമായിട്ട് ആ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആവുകയും ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്തിരുന്നു. അതിനുശേഷം ആയാലും 43,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നെങ്കിലും വീണ്ടും അതിൻ്റെ ഒരു മുകളിലേക്ക് തന്നെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരുന്നു. നമ്മൾ പല വീഡിയോസിലും സൂചിപ്പിക്കാറുള്ളതാണ്, ഇൻ കേസ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് അതിൻ്റെ ഒരു മുകളിലേക്ക് തിരിച്ച് കയറി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു വോളറ്റൈൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ഒരു മൊമെന്റത്തിനാണ് മാർക്കറ്റിലൊരു സാധ്യത കൂടുതൽ. അപ്പോൾ വരും ദിവസത്തിലായാലും ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 43,810 സപ്പോർട്ട്. അപ്പോൾ 810 സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ, ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. 44,080 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 43,750, ഇതും ഒരു സപ്പോർട്ടാണ്. പക്ഷേ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈ എടുക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 810 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വീഡിയോ നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല, പക്ഷെ നമ്മൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് ബാങ്ക് നിഫ്റ്റിയുടെ നൽകിയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇന്നലെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, 43,800 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 850 മുകളിലേക്ക്. അപ്പൊ 850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് 800 ഒരു താഴത്തേക്ക് വന്നാലും 850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഒരു സെന്റിമെന്റിലാണ് നിലനിർത്തേണ്ടത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു സപ്പോർട്ട് ലെവലും. ഇൻ കേസ് 43,750 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചൊരു ശ്രദ്ധിക്കുക, കുറച്ചൊരു വീക്ക്നെസ് ആണ്, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ബൈ ആണോ സെല്ലാണോ കിട്ടുന്നതെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇൻ കേസ് താഴത്തേക്ക് വന്നാൽ 43,810 ഹോൾഡ് ചെയ്ത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഹയർ ലെവൽ 44,080 റെസിസ്റ്റൻസ് വരുന്നത്. അതിനുശേഷമായാലും കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 44,030 റെസിസ്റ്റൻസ് ആയിട്ട് നിലനിർത്തുക. 44,030 മുകളിലേക്ക് പോയാലും 44,030 താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. കഴിഞ്ഞ ദിവസമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് പറഞ്ഞിരുന്നത് 19,500 താഴെയാണ്. 19,500 താഴെ വന്നതിന് ശേഷം ഒന്ന് ബൗൺസ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ ലെവലായാലും ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റിക്കായാലും സപ്പോർട്ടുകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസിന്റെ താഴെ നിന്നാൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 19,580 റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. 19,640 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 19,580 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ബൈക്ക് ഇമ്പോർട്ടൻസ് എടുക്കണമെങ്കിൽ 19,580 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. പക്ഷെ വീണ്ടും തിരിച്ച് 580 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.